നമ്മുടെ മുക്കാൽ വൺ ചാനലിലെ ദാവൂദ് ഇബ്രാഹിമും ബാക്കി രണ്ടെണ്ണം കൂടി ഇരുന്നിട്ടുള്ള വൈകുന്നേരത്തെ അടുപ്പുകൂട്ടി ചർച്ചയ്ക്കകത്ത് അത് കേട്ട് കഴിഞ്ഞാൽ തോന്നും ഹമാസ് ഇസ്രായേലിനെ അങ്ങ് കീഴ്പ്പെടുത്തി കഴിഞ്ഞു. ഇസ്രായേലേ ഇല്ല, ഇസ്രായേൽ പരാജയപ്പെട്ടു എന്നുള്ളിടത്ത് അവരെ ചർച്ച. എനിക്കറിയില്ല, ഇവന്മാരെ സ്വപ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഹമാസ് എന്ന് പറയുന്ന സാധനം ഇപ്പോൾ പാലസ്തീനകത്തില്ല. റാഫേലും ഗാസയിലൊക്കെയുള്ള ഹമാസിൻ്റെ തീവ്രവാദികൾ മുഴുവൻ അവിടെ നിന്ന് പലായനം ചെയ്ത് ലെബനനിലൊക്കെ പോയിരിക്കുകയപ്പോൾ പർദ്ദയിട്ട് ചാക്ക് മൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നാട്ടുകാരും കൈകാര്യം ചെയ്യും തീവ്രവാദികളെ മുഖമായിട്ട് പിന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ. അതാണ് അവസ്ഥ. എന്തായിരുന്നാലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഐക്യ ജനാധിപത്യ മുന്നണിക്കുമൊക്കെ ഇനി CPM നേതൃത്വത്തിൽ അല്ല കോൺഗ്രസിൻ്റെ ലീഗിൻ്റെ നേതൃത്വത്തിൽ മുമ്പ് അവർ സേവ് ഹമാസാണ് നടത്തിയെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ സേവ് ഹമാസ് എന്നുള്ള ക്യാമ്പയിൻ നടത്തുകയും അതിനുവേണ്ടി റാലി നടത്തുകയും ഒന്നും ചെയ്യേണ്ട ഗതികേടില്ല. കാരണം ഹമാസിനെ ഷേവ് ചെയ്ത് കളഞ്ഞു, ഏറെക്കുറെ 90% വാനിഷ്ഡായി. ആ പണി ഇസ്രായേലും മൊസാദും അവരുടെ മിലിറ്ററിയും വളരെ കൃത്യമായിട്ട് എടുത്തു കഴിഞ്ഞു. പക്ഷേ പുതിയ ക്യാമ്പയിനുള്ള സ്കോപ്പുണ്ട്. ഷേവ് ഇറാൻ, ഷേവ് ഹൂതി, ഷേവ് ലെബനൻ, ഷേവ് ഹിസ്ബുള്ള എന്നൊക്കെയുള്ള ക്യാമ്പയിനുള്ള നല്ല സ്കോപ്പുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നത് ഈ പോക്ക് പോയാൽ ഷേവ് കൊമേനിയും കൂടി തുടങ്ങാം. ആയത്തുള്ള കൊമേനിയുടെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നതെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇസ്മായിൽ ഹനിയ എന്ന് പറയുന്ന ഹമാസിൻ്റെ സുപ്രീം കമാൻഡറെ ഇറാനിലെ ടെഹ്റാനിലെ റവല്യൂഷണറി ഗാർഡിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള പ്രദേശത്ത് വെച്ച് അദ്ദേഹത്തെ ലൊക്കേറ്റ് ചെയ്ത് കൃത്യമായി ടൈമർ ബോംബ് വെച്ച് അയാളെ കൊല്ലാൻ കഴിഞ്ഞെങ്കിൽ മൊസാദിന് ആയത്തുള്ള കൊമേനി ഏത് മാളത്തിൽ പോയി വിളിച്ചിരുന്നാലും കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. സമയമാവട്ടെ എന്ന് കരുതി കാത്തിരിക്കുകയാവും. അയാളെ തീർക്കുവർ. അവരുടെ പ്രസിഡന്റ് ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടതാണോ അതോ അത് ഇസ്രായേൽ കൊന്നതാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുന്നുണ്ട്. കാരണം ഇസ്രായേലിൻ്റെയും മൊസാദിൻ്റെയൊക്കെ ഒരു പരിപാടി എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ യുവന്മാരമാരി അതിൻ്റെ പിതൃത്വം ഏറ്റെടുത്ത് ഞങ്ങൾ വന്നതാണെന്നുള്ളത് പറയാനൊന്നും വരില്ല. പ്രഖ്യാപനങ്ങളൊന്നുമില്ല, സൈലന്റ് ഓപ്പറേഷനാണ്. അവരാരെയാണോ തീർക്കാൻ കരുതുന്നത് തീർക്കും, അത്ര മാത്രമേ ഉള്ളൂ. അവർ പണി കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുത്ത് ആളാവാനൊന്നും പോകാറില്ല പൊതുവെ. അവർ പണി അവർക്ക് ചെയ്യേണ്ട എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളവർക്ക് നന്നായിട്ട് അറിയാം. ഇപ്പം പോകുന്ന പോക്ക് കണ്ടു കഴിഞ്ഞാൽ അതിന് തന്നെയാണ് സാധ്യത. ലെബനൻ്റെ കമാൻഡറെ ഹിസ്ബുള്ളയുടെ കമാൻഡറെ ലെബനനകത്ത് കയറിയിട്ടാണ് കൊന്നു കളഞ്ഞത്. ഇപ്പം നാദിനില്ല കളരി പോലെ നിൽക്കുക. ഹമാസിനെ നയിക്കാൻ ഇപ്പോൾ കൃത്യമായിട്ട് ഒരു സംവിധാനമില്ല. രണ്ടാം നിരയിലുള്ള നേതാക്കന്മാർ തമ്മിൽ അധികാര തർക്കമാണ്, ബാക്കിയുള്ള കമാൻഡർമാർ തമ്മിൽ. സുപ്രീം കമാൻഡർ പോയി കഴിഞ്ഞപ്പം ഞാനോ നീയോ എന്നുള്ള ചോദ്യത്തിൽ ഇവരെന്നെ തമ്മിൽ സ്പ്ലിറ്റ് ആവുന്ന അവസ്ഥയിലേക്കാണ്. കോർഡിനേറ്റ് ചെയ്യാൻ ആളില്ല, കൃത്യമായിട്ട് മാർഗനിർദ്ദേശം നൽകാൻ ആളില്ല, കമാൻഡ് ചെയ്താൽ കേൾക്കാൻ ആളില്ല. ആളുടെങ്കിലും ഈ തീവ്രവാദികളെ കുറേ എണ്ണത്തിന് അവിടെ ഇവിടെ വിളിച്ചിരിക്കുകയല്ലേ, പേടിച്ചിട്ട് ജീവനിൽ പേടിച്ചിട്ട്. ഇത് പോകുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി പലസ്തീനിൽ എങ്ങനെയാണോ അധിനിവേശം നടത്തിയത് സമാനമായ സാഹചര്യത്തിൽ ലെബനൻ്റെ മണ്ണിനകത്ത് പോലും കയറി ചെന്ന് ഇസ്രായേൽ സൈന്യം അധിനിവേശം നടത്തുകയും അവരുടെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്യുന്ന, അതിർത്തിക്കകത്തേക്ക് പിന്നെ കരമാർഗം കയറി പിടിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് യുദ്ധം വേറെ തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഹിസ്ബുള്ളയാണ് തുടങ്ങി വെച്ചത്. ഹിസ്ബുള്ള ഗോലാൻ കുന്നുകളിൽ പന്ത് കളിച്ചുകൊണ്ടിരുന്ന ഇസ്രായേലി ബാലന്മാരെയാണ് ബോംബിട്ട് കൊന്നത്. കൊടുത്തു, തിരിച്ചടിച്ചു. അവരെ കമാൻഡറെ തന്നെ എടുത്ത് തീർത്തു. ഇപ്പൊ ഹിസ്ബുള്ളയുടെ തലപ്പത്തിരിക്കുന്ന നസറുള്ള കമാൻഡർ, അടുത്ത ലക്ഷ്യം അയാളായിരിക്കും. അധികം വൈകാതെ 1-2 ആഴ്ചയ്ക്കുള്ളിൽ നസറുള്ള സ്വർഗത്തിൽ മധ്യപ്പടിയിൽ മുങ്ങി 72 ഹൂറിമാരുടെ കൂടെ കളിച്ചു രസിക്കാൻ പോയ വാർത്ത നമുക്ക് കേൾക്കാം. വലിയ വൈകലൊന്നും ഉണ്ടാവില്ല. ഖൊമേനിയും നാളുകൾ എണ്ണി തുടങ്ങേണ്ടി വരും, കൗണ്ട് ഡൗൺ ആരംഭിക്കേണ്ടി വരും. അവിടേക്കാണ് പോണത്. കാരണം ഇവർ നോക്കിയിരിക്കുമോ? കഴിഞ്ഞ ദിവസം ഏകദേശം 8000-ഓളം റോക്കറ്റാണെന്ന് പറയണു. റോക്കറ്റാണെന്നുണ്ടെങ്കിൽ ലക്ഷ്യസ്ഥാനത്തെത്തണ്ടേ, ഇസ്രായേലിലേക്ക് റോക്കറ്റ് വിട്ടുവന്നു. വല്ല വാണം വിട്ടിട്ടുണ്ടാവും. ഇവരുടെ അടുത്ത് പോയി ഓലപ്പടക്കവും വാണമൊക്കെ തന്നെയുള്ളൂ. കാരണം അവരുടെ ലക്ഷ്യം കാണുന്നില്ല. മറ്റേത് അവരാണ്, ഇസ്രായേലാണെങ്കിൽ ആകാശമാർഗമുള്ള അക്രമങ്ങളെ ഒരു പരിധിവരെ 90% പിന്നെ വരുന്ന അക്രമങ്ങളെയും അവർ അയൺ ഡോം സംവിധാനം വെച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ്. അത്ര കണ്ട് ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. ഏറ്റവും അത്യന്താധുനികമായിട്ടുള്ള റഡാർ സംവിധാനങ്ങളുണ്ട്. ഇന്ന് ആം എക്യുപ്മെൻറ്റ്സ് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ളത് കൈവശമുള്ള രാജ്യമാണ് ഇസ്രായേൽ. സ്വന്തമായി ഉൽപ്പാദന യൂണിറ്റുകളുണ്ട്, എല്ലാം ഉണ്ട്. അവർക്ക് വേറെ ആരെയും അധികം ആശ്രയിക്കേണ്ടി വരുന്നില്ല. ഇനി അവർക്ക് ഇതിന് എന്തെങ്കിലും ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള രാജ്യങ്ങൾ സഹായിക്കാനുണ്ട്. ഇറാൻ ആരാ സഹായിക്കാണ്ടിരുന്നൊരു റഷ്യയാണ്. റഷ്യ ഇപ്പോൾ അവിടെ മേപ്പിട്ട് നോക്കിക്കുക. സൂര്യൻ പിടിച്ച കുറേ പഴയ സാധനമുണ്ട്. 50 കൊല്ലം മുമ്പുള്ള ഹെലികോപ്റ്ററിലാണ് സ്വന്തം പ്രസിഡന്റ് യാത്ര ചെയ്തിട്ട് പൊട്ടി തകർന്ന് വീണത്. പുതിയ സാധനമൊന്നും ഒരിടത്തില്ല. റോ മെറ്റീരിയൽസ് കിട്ടുന്നില്ല ഉപരോധം കാരണം. പിന്നെ കുറച്ച് യുറേനിയം ഉണ്ട്, അതുകൊണ്ട് അണവായുധം എന്ന് പറഞ്ഞ് നടക്കുക കുറേ കാലമായിട്ട്. വേറെ പരിപാടിയൊന്നുമില്ല. പിന്നെ ഇപ്പം അതേസമയം ഇവരാക്രമിച്ചു കഴിഞ്ഞപ്പോൾ തിരിച്ചെന്താ ചെയ്തത്?
ഇവർ അടുത്ത അക്രമത്തിന് പ്ലാൻ ചെയ്യുന്നു എന്ന് മൊസാദിന് ഇന്റലിജൻസിന് പിന്നെ വിവരങ്ങൾ കിട്ടിയ സമയത്ത് ഇസ്രായേൽ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എന്ന രീതിയിൽ കയറി അടിച്ചു. സൗത്ത് ലെബനനിലെ ഏകദേശം 1000-ഓളം മിസൈൽ ലോഞ്ചിങ് കേന്ദ്രങ്ങൾക്കെതിരെ 100-ഓളം വരുന്ന ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ പോയിട്ട് ബോംബിട്ട് ശരിയാക്കി വിട്ടു. പറ്റാനായിട്ട് പരിപാടി കഴിഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സംഭവം. പക്ഷേ ഈ അമ്മയുടെ വിഷയമൊക്കെ ആയിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായതുകൊണ്ട് ആ സ്റ്റോറി ചെയ്യാൻ പറ്റാതിരുന്നത്. മാത്രമല്ല തങ്ങളുടെ പൗരന്മാർക്ക് ഒരു അവബോധം നൽകാൻ ഏതു സമയം അക്രമം ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ബങ്കറുകൾ കഴിയാനുള്ള നിർദ്ദേശം നൽകി. പൊതുസ്ഥലത്ത് കൂടി നിൽക്കരുതെന്നുള്ള നിർദ്ദേശം നൽകി ഇസ്രായേൽ. ഇവരിത്രയും വലിയ ഈ പിന്നെ 8,000-ഓളം റോക്കറ്റുകൾ വിട്ടു എന്ന് പറഞ്ഞിട്ട് അവിടെ നാശനഷ്ടമൊന്നുമില്ല. അതേസമയം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരെ കംപ്ലീറ്റ്ലി നിരായുധീകരിക്കുക എന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന്. അത് ആദ്യം അവർ തുടങ്ങി വെച്ചു. ഹൂതികൾ വെറുതെ ചുമ്മാ ഇരുന്നപ്പോൾ യമനെന്ന് അവർക്ക് തോന്നൽ, എന്നാൽ ഇസ്രായേലിക്ക് ഒന്ന് മിസൈൽ വിടാണ്. വിട്ടതാരം അവർ ആകാശത്ത് തന്നെ തകർത്തു, അയൺ ഡോം സംവിധാനം ഉപയോഗിച്ചുകൊണ്ട്. തിരിച്ച് ഇത്രയും 1000-ലേറെ കിലോമീറ്റർ ദൂരം വരുന്ന ഹൂതികളുടെ തന്ത്രപ്രധാനമായ തുറമുഖം, അവർക്ക് ഇറാനിൽ നിന്ന് ഈ ഷിപ്മെന്റ്, ആയുധങ്ങളുടെ ഷിപ്മെന്റ് വന്ന് അവർ ഓഫ് ലോഡ് ചെയ്യുന്ന സ്ഥലത്ത് ആ പോർട്ട് തകർത്തു ബോംബിട്ടിട്ട്. പിന്നെ ഇപ്പോൾ സാധനം കൊണ്ടുവന്ന് എന്ത് ചെയ്യും? കടലിൽ നിന്ന് ഈ സാധനം നീന്തി കൊണ്ടുവന്നിട്ട് കരക്കെത്തിക്കാനും പറ്റില്ലല്ലോ. പോർട്ടേ തകർത്തു. അവർ പിന്നെ ആം എക്യുപ്മെന്റ്സ് കിട്ടുന്ന ലോജിസ്റ്റിക്സ് സംവിധാനങ്ങളുടെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ മുഴുവൻ തകർത്തു കഴിഞ്ഞു. ഇപ്പോൾ അമ്പും ബില്ലും തോക്കിയിട്ടാണ് യുദ്ധം ചെയ്യാൻ പോകേണ്ടി വരും ഇവർ, പ്രാകൃത കാലത്തെ പോലെ. ആ അവസ്ഥയിലാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെയാണെങ്കിലും ഹിസ്ബുള്ളയുടെ ഈ മിസൈൽ ലോഞ്ചിങ് കേന്ദ്രങ്ങൾ തകർക്കുമ്പം ആയുധം നഷ്ടപ്പെട്ട് യുദ്ധമുഖത്ത് പിന്നെ മിസൈലിന് സ്റ്റോക്ക് ഉണ്ടെന്ന് കൂട്ടിക്കോ, ഇത് വിടാനുള്ള സംവിധാനം വേണ്ടേ? ഇത് തലയിലേറ്റി കൊണ്ടിട്ട് ഇസ്രായേലിൻ്റെ അതിർത്തി കൊണ്ട് ഇടാൻ പറ്റില്ലല്ലോ. അതാണ് ഈ പൊട്ടന്മാർക്ക്, പിന്നെ ഈ ബുദ്ധിയില്ലാത്തവന്മാർക്ക് വിവരമില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ? കളിക്കുമ്പോൾ പറ്റുന്നവരടുത്ത് കളിക്കണം. പൂച്ച പോയിട്ട് ആനയോട് യുദ്ധം ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ ആന ഉപയോഗിക്ക് വേണ്ടി തട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. അതേപോലെയാ ഇസ്രായേൽ ചെറിയ രാജ്യമാണെങ്കിലും അവരുടെ ആയുധശേഷിയിലും അവരുടെ ഇന്റലിജൻസ് സംവിധാനങ്ങളിലും ഇവർ ആരാണെന്നുണ്ടെങ്കിൽ അവർ ആന തന്നെയാണ്. അത് തിരിച്ചറിയണം. ഒരേ സമയമാണ് ലെബനനെ പ്രതിരോധിക്കുന്നു, യമനിൽ നിന്നുള്ള ഹൂതികളെ പ്രതിരോധിക്കുന്നു, അറ്റാക്ക് ചെയ്യുന്നു. തിരിച്ച് ഇറാനിൽ കയറി, ടെഹ്റാനിൽ കയറിയിട്ട് പിന്നെ ഹമാസിന്റെ സുപ്രീം കമാൻഡറായിട്ടുള്ള ഇസ്മായിൽ ഹരിയെ തീർക്കുന്നു. ലെബനനിൽ കയറി ഹിസ്ബുള്ളയുടെ കമാൻഡറെ തീർക്കുന്നു. ചില്ലറ കളിയാണോ? തിരിച്ചിവർക്ക് ആരെങ്കിലും കാര്യപ്പെട്ട ഒരാളെ റെഡിയാക്കാൻ പറ്റിയിട്ടുണ്ടോ? കരമാർഗമുള്ള യുദ്ധത്തിൽ അവിടെ ഇവിടെ ഇരുന്നിട്ടുള്ള ഒളിപ്പോരിലൊക്കെ ഏതാനും സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നല്ലാതെ തടവിലാക്കി ബന്ദികളാക്കിയിട്ടുള്ള ആളുകളെ വിട്ടു കൊടുത്താൽ താൽക്കാലികമായിട്ടെങ്കിലും ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തില്ലേ? അപ്പോൾ ഇവർ വാശി പിടിച്ചിരിക്കുക. ഇതാണ് സ്ഥിതി. ഇപ്പം എന്തായിരുന്നാലും ഉടനെ തന്നെ നമ്മുടെ മുക്കാൽ വൺ ചാനലിലെ ദാവൂദ് ഇബ്രാഹിമിനും പിന്നെ അജിംസിനും നിഷാദ് റാവുത്തർക്കും ഒക്കെ വൈകുന്നേരത്തെ അടുപ്പുകൂട്ടി ചർച്ചയിൽ ഷേബ് ഖൊമേനി എന്ന വിഷയത്തിലും കൂടി ചർച്ച നടത്തേണ്ടി വരുന്ന ഗതികേടിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നത് ശുഭകരമായ ഒരു കാര്യമാണ്. കാരണം പശ്ചിമേഷ്യയിൽ തന്നെ സമ്പൂർണ്ണമായ സമാധാനം അതോടുകൂടി തിരിച്ചുപിടിക്കാൻ പറ്റും. ഹമാസും ഹിസ്ബുള്ളയും ഇറാനിലെ ഖൊമേനിയും ഒക്കെ തീർന്നു കഴിഞ്ഞാൽ ലോക മുസ്ലിങ്ങൾക്ക് തന്നെ സമാധാനത്തോടെ ലോകത്ത് ജീവിക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാവും. കാരണം ഇവരാണ് ഈ ടെററിസത്തിന് ആദ്യം തൊട്ട് ഫണ്ടിങ് നടത്തിയിട്ടുള്ളത്, ഐസിസിന് ഫണ്ടിങ് കൊടുത്തിട്ടുള്ളത്, അൽ ഖയ്ദയ്ക്ക് വേണ്ട സഹായങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുള്ളത്, ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഹൂതികൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സൗദി അറേബ്യയും UAEയും ബഹ്റിനും ഒക്കെ ഇവർക്കെതിരായി ശക്തമായ നിലപാടിലാണ്. പരസ്യമായിട്ട് പറയുന്നില്ല എന്നേ ഉള്ളൂ. അവർ മനസ്സുകൊണ്ട് ഇസ്രായേലിനൊപ്പമാണ്, ഇസ്രായേലിൻ്റെ സഖ്യകക്ഷികൾക്കൊപ്പമാണ്.